ആരപ്പത്? ഇല്ല, ചെറിയൊരു മയക്കം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വിളിച്ചിരുന്നു. ഈ മാസം വരുന്ന പറഞ്ഞത്. എല്ലാവരും അതന്നെയാ പറഞ്ഞത്. അപ്പൊ നിക്കൊന്നുമില്ലേ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ശരിയുണ്ട്. നല്ല കളറുണ്ടല്ലേ കൊച്ചിന്. അച്ഛനെ പോലെ തന്നെ. തൂക്കം 2.5. അതെ, കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ബോർഡറിലാണെന്നൊക്കെ പറഞ്ഞു. അതെ, ഉഷാറുണ്ടല്ലേ? കൊച്ചെന്തെല്ലാം അടിപൊളിയാണ്. നിനക്ക് വേദന ഉണ്ടോ? ഇല്ല, ഇപ്പൊ വേദനയില്ല. 4 ദിവസം കഴിഞ്ഞില്ലേ, വേദനയില്ല. ഈ പെൺകുട്ടിയൊക്കെ വൈകി പോകൂലേ നമ്മടെ? ആകെ ഇരുണ്ട് ഇപ്പൊ ഇവിടെ ആകെ കറുത്ത്. ആണോ? മഞ്ഞളൊക്കെ തേച്ചാല് ശരിയാവും. അടിപൊളിയായിരിക്കും. അമ്മേനെ കണ്ടിരുന്നു. അമ്മ മറത്തണ്ടായിരുന്നല്ലോ. അപ്പുറത്തുണ്ട്. പിന്നെ രാത്രി ഉറക്കല്ലേ, അതാ പ്രശ്നം. കുറച്ച് എന്റെ നോക്കണ ചേച്ചി അലക്കാൻ വേണ്ടി പോയിരിക്കാം. എങ്ങനെയുണ്ടത്? കൊഴപ്പില്ല, ഞാനൊന്നും ഉണ്ടാറില്ല. നോക്കൊക്കെ ചെയ്യും. പിന്നെ ഈ എപ്പൊ നോക്കിയാലും ഉറക്കാം. അതുകൊണ്ട് പിന്നെ ചേച്ചിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പൊ നോക്കിയാലും. ഇനി എന്നാ ഉറക്കൊക്കെ പോവുക? മരുന്നൊക്കെ കഴിച്ചു തുടങ്ങി? കഷായൊക്കെ കഴിച്ചു. അരിഷ്ടം കഷായൊക്കെ കഴിച്ചു തുടങ്ങി. ചോറും ലേയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നാ വിചാരിക്കണേ. അതുപോലെ മുട്ടയൊക്കെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോ ശരിയാവും. അറിയില്ല, ജിമ്മിലൊക്കെ പോകേണ്ടി വരുമോ എന്തോ. കൊച്ചിനൊന്നും എടുക്കട്ടെ. അയ്യോ, അത് ചേച്ചി ഒന്നും വിചാരിക്കല്ലേ. അമ്മ വഴക്ക് പറയും. ചേച്ചി വന്ന കുഞ്ഞിനെ തരരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്നോടൊന്നും കരുതല്ല ഏട്ടാ. ഒന്നും വിചാരിക്കല്ലേ ചേച്ചി, സോറി. അമ്മാത്തെ ശാരദ വന്നപ്പോഴും അമ്മ ഓരോന്ന് പറഞ്ഞു. കുഞ്ഞിനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ചോദിച്ചതായിട്ടും അറിയണ്ട. കുഴപ്പമില്ല. പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ പോണ്ടെന്നാണ്? അതിപ്പോ 45ന്റെ അന്ന് പോണം. ഇല്ല ചേച്ചി, പ്രസവം നിർത്തിയിട്ടില്ല. ചേച്ചി ഒന്നും വിചാരിക്കല്ലേ. അങ്ങനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അമ്മ വഴക്ക് പറയും, അതുകൊണ്ടാ. അല്ലാതെ ഞാൻ ചോദിച്ചെന്ന് ആരോടും പറയണ്ട. എന്നാണ് ഹോസ്പിറ്റലിൽ പോണ്ടത്? 45ന്റെ അന്ന്. കൊച്ചിനെ നന്നായിട്ട് നോക്കണം. കൊച്ചു ഉഷാറാണ്. നന്നായിട്ട് ഇഷ്ടമായി. സോറി ചേച്ചി. അമ്മ കണ്ട പ്രശ്നം. ചേച്ചി പൊക്കോ. സിസ്റ്റർ, ആ ബോഡി വന്നിട്ടുണ്ട്. ആരുടെ ബോഡി? മറ്റേ വിഷം കഴിച്ച് മരിച്ചില്ലേ? ഓ, ആ പെൺകുട്ടി. അതിന് എത്ര വയസ്സായിരുന്നു? എന്തോ 10, 19 അങ്ങനെ 20 എന്തോ വയസ്സുള്ളൂ. കുറച്ചേരം വെയിറ്റ് ചെയ്യാം. പറ, ആരാ കൂടെ ഉള്ളത്? ആളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അവര് കുറച്ച് വീട്ടുകാര് വേഗം എന്ന് പറഞ്ഞ സീനാക്കുന്നുണ്ട്. വേഗം സീനാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സിന് ചെയ്യുന്നു വേണ്ടേ? എന്താ പൊറോട്ട അടിക്കേ? ആളെ കീറി മുറിച്ചിട്ടാക്കണ്ടേ? വെയിറ്റ് ചെയ്യാൻ പറ. കൂടെ ആരാ ഉള്ളത്? എന്താണ് പരിപാടി? ഡോക്ടേഴ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുക.
കരയന്നല്ലേ? എന്താ സംഭവം? ഏയ് ഒന്നുമില്ല. കരയാളൊന്നും ടിവിയിൽ കാണാനില്ലല്ലോ. എന്താ പറയട എങ്ങാ എന്തിനാ കരയണ്? ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ലാന്നാ? കുട്ടീനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നേരം തുള്ളി കളിച്ച് നടന്നിരുന്ന ആളായിരുന്നല്ലോ. അവിടെ പോയി വന്നപ്പോ കരച്ചിലായ? എന്താ കാര്യം? എന്താ പറയേ? ഒന്നുമില്ല. പറയുന്നേ നമുക്ക് എന്താണോ നമ്മളെ ദൈവം കാണുന്നില്ല. നമ്മ എത്ര പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ സ്ഥിരം സംഭവം അല്ലേ കുട്ടികളില്ലാത്തത്? ഒരു കൊച്ചിനെ കാണാൻ നമുക്കൊല്ല ആഗ്രഹം. അതിനെടുക്കാനും അതിനെ കൊഞ്ചിക്കാനും. ഈ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മ പോകുമ്പോ തപ്പലകളില്ല. എന്റെ ദൈവം, ഇങ്ങനെ കരയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവരെന്തേലും പറഞ്ഞ നിന്റെ അടുത്ത്? ഇങ്ങനെ കരയിലില്ലല്ലോ. എന്താ സംഭവം? എന്താ? സാറില്ലേ, പോട്ടെ പോട്ടെ. നമ്മളെ അത് ദൈവം നമുക്ക് ഒരു കുട്ടീനെ തരാതിരിക്കില്ല. കൊച്ചുണ്ടായാ മതിച്ചണ്ട. നീ ഒന്നും നടന്നില്ലെങ്കിൽ നമ്മളൊരു കുട്ടീനെ ദത്തെടുക്കോടോ. ഉറപ്പായിട്ടും. വിഷമിക്കണ്ട. ഇതൊക്കെ എല്ലാരും, നമ്മൾ മാത്രമൊന്നല്ല, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ ഈ കുട്ടികളില്ലാത്ത ആൾക്കാര്. അങ്ങനെ കരഞ്ഞിട്ട് വിഷമിച്ചിട്ടല്ല. നമ്മള് പാപം ചെയ്തതുകൊണ്ടൊന്നല്ല അത്. അതങ്ങനെ സംഭവിച്ചു പോയി. എന്നാലിപ്പോ നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയും ഉണ്ട്. നമ്മള് രണ്ടാളും ഒന്ന് തന്നെയല്ലേ. കുട്ടികളുടെ ആവശ്യം തന്നെ ഇവിടെ ഇല്ല. ഇനി അത്ര നിനക്ക് വിഷമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കുട്ടീനെ ദത്തെടുക്കും. കരയല്ലേ? ചായ നോക്കാം. ഈ പോയിട്ടേ പിന്നെ ഒരു ചായ ചെല്ലു. വെറുതെ എന്നും കൂടി മൂഡ് ഓഫ് ആക്കി.